നരകതുല്യമായ ഒരനുഭവത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ നരകതുല്യമായ അനുഭവം മാറണോ? യേശു വരണം. റോയ്പാസ് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് യേശു നമ്മിലേക്ക് വന്നിരിക്കുന്നത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പറയാം, 2 കാര്യത്തിന് വേണ്ടിയാണ് യേശു നിന്നിൽ വന്നെന്ന് പറയാവൂ. അത് പറയാത്ത ആളിനെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണം. അടുത്ത ദിവസം പുള്ളിയുടെ കൂടി ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, 2 കാര്യത്തിന് വേണ്ടിയാണ് യേശു നിന്നിൽ വന്നത്. ഒന്ന് യേശു എന്നിലും നിങ്ങളിലും വന്നത് എന്റെ ഈ ഭൂമിയിലെ വീട് ഒരു സ്വർഗമാക്കാൻ. 2 സ്വർഗം എന്റെ വീടാക്കാൻ. സ്വർഗം എന്റെ വീടാകാനും ഈ ഭൂമിയിലെ എന്റെ വീട് സ്വർഗമാകാനും യേശു വന്നത്. അത് അനുഭവിക്കുന്നവര് മാത്രമേ കൈകൊട്ടാവൂ. അത് അനുഭവിച്ചവർ മാത്രം ഇന്ന് രാത്രി സന്തോഷിക്കാവൂ. കർത്താവ് എന്നിൽ വന്നതിനാൽ ഞാൻ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നു. എനിക്ക് ഭയമില്ല, എനിക്ക് മരണത്തെ ഭയമില്ല, എനിക്കതിനെ പേടിയില്ല. സ്വർഗത്തിൽ എനിക്കൊരു ഭവനമുണ്ട്. കൂടാരമാകുന്ന ഈ ഭൗമ ഭവനം വിട്ടൊഴിഞ്ഞാലും കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. യേശു കുഞ്ഞായിരിക്കുമ്പോൾ ദേവാലയത്തിൽ യേശു കർത്താവിനെ പ്രതിഷ്ഠിക്കാൻ അമ്മയപ്പന്മാർ കൊണ്ടുവരുമ്പോൾ ശിമയോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു, ആലയത്തിലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിൽ തനിക്ക് അരുളപ്പാടുണ്ടായെന്ന ലൂക്കോസ് 2:28 എഴുതിയിരിക്കുന്നു. ആ മനുഷ്യൻ ആത്മനിയോഗത്തിൽ ദേവാലയത്തിൽ ചെന്നു, ശിശുവിനെ കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോൾ നാഥ തിരുവെഴുത്ത് പോലെ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള വെളിച്ചവും തന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രകാശവുമായവനെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കണ്ടവർ, അനുഭവിച്ചവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി രാത്രിയിൽ ആ കർത്താവിന് നന്ദി പറഞ്ഞേ. എത്രയോ പേർക്ക് ഇത് കാണാൻ കഴിയാതെ പോയപ്പോൾ, എത്രയോ കുടുംബങ്ങൾ ഇപ്പോഴും ഇരുട്ടിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ, എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി ഒന്ന് നന്ദി പറഞ്ഞാട്ട് പ്രിയമുള്ളവരെ. ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇങ്ങനെ മരണത്തിന്റെ നിഴലിൽ ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചു. അപ്പൊ യേശു കർത്താവ് ആദ്യത്തെ പ്രവൃത്തി ചെയ്തത്, ദൈവദാസനെ ആദ്യത്തെ പ്രവൃത്തി യേശു ചെയ്തത് ഗലീലയിലാണ്. എന്താണ് ഗലീലയുടെ പ്രത്യേകത? മരണത്തിന്റെ നിഴൽ വീണ ദേശം, ദൈവപ്രവർത്തികൾക്ക് സാധ്യതയില്ലാത്ത സ്ഥലം, ജാതികളുടെ പട്ടണം. എന്ന് വെച്ചാൽ ആ പട്ടണത്തിൽ, ആ ദേശത്തിൽ ആരും ഒരു ദൈവപ്രവർത്തി പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണല്ലോ ചില സഭകളിലും ചില കൂട്ടായ്മയിലും ഒന്നും അവിടെ വിടുതലുകളോ ദൈവത്തിന്റെ പ്രവർത്തികളോ ഒന്നും നടക്കാറില്ല. അവരത് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് ഏത് പാസ്റ്റർമാർ വന്നാലും അവരത് പ്രതീക്ഷിക്കുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയും വിടുതലും ദൈവപ്രവൃത്തിയും ഒക്കെ റെഗുലറായിട്ട് നടക്കുന്ന ഒരു കൂട്ടായ്മയാണെങ്കിൽ ഒരു പാസ്റ്റർ വന്നിട്ട് ഒന്നും നടക്കാതെ പോയാൽ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ആരും മിണ്ടുന്നില്ലല്ലോ. ചിലർക്ക് അങ്ങനെ ഒരു സങ്കടമേ ഇല്ല, കാരണം അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല ആ സാധനം. ഇതുപോലെ ദൈവപ്രവർത്തികൾക്ക് യാതൊരു സാധ്യതയില്ലാത്ത സ്ഥലം, മരണത്തിന്റെ നിഴൽ വീണ ദേശം, അവിടെയാ യേശു ആദ്യം പോയെ. അവിടെയാ യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തേ. ഇന്ന് രാത്രി വിശ്വസിക്കാവോ? ദൈവപ്രവർത്തിക്ക് സാധ്യതയില്ലെന്ന് മനുഷ്യനും മനസാക്ഷിയും വിധി എഴുതിയെടുത്ത് എന്റെ ദൈവം ആദ്യത്തെ അത്ഭുതം ചെയ്യുമെന്ന്. ഇനി ഒരു പ്രവൃത്തി അതിൽ നടക്കുകയില്ല, ഇനി ഒരു അത്ഭുതം അതിൽ ഉണ്ടാകുകയില്ല, ഇനി ഒരു വഴി തുറക്കാൻ സാധ്യതയില്ല എന്ന് വിധിക്കപ്പെട്ട വിഷയത്തെ, ആ ഫയലിനെ ഇന്ന് രാത്രി കർത്താവ് എടുക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നന്ദി പറയാവോ?